നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്താണ് ഫോൺ ഏറ്റവും കൂടുതൽ ഹാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈ ആപ്ലിക്കേഷൻ കടന്നിട്ടുണ്ടോ, നിങ്ങളുടെ ഫോൺ സേഫ് ആണോ എന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ സേഫ്റ്റി ചെക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കുറേ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട്, അതെല്ലാം പച്ചയാണ്. കണ്ടോ ഇവിടെ മൊത്തം പച്ചയാണ് ടിക്ക് മാർക്ക്, അതൊക്കെ സേഫാണ്. പക്ഷേ ഏറ്റവും മേളിൽ നമ്മുടെ ബ്രൗസിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ കണ്ടോ ഒരു റെഡ് മാർക്ക് കാണുന്നുണ്ട്. എന്നിട്ട് താഴെ ടേൺ ഓൺ എന്ന് കാണിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ബ്രൗസിങ് സേഫ് അല്ലെന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസിങ് സേഫ് ആക്കാൻ ഉള്ള ഓപ്ഷൻ ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. ടേൺ ഓൺ എന്ന് താഴെ വന്നിട്ടുണ്ട്. നമ്മൾ ആ റെഡിൽ ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഉണ്ട് ടേൺ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അതൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നമ്മുടെ ബ്രൗസിങ് പൂർണ്ണ പ്രൊട്ടക്ഷൻ ഇല്ലെന്നാണ് പറയുന്നത്. ഏറ്റവും മേളിലായിട്ട് കണ്ടോ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ നിന്ന് ടിക്ക് ചെയ്തു അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ ആ റെഡ് മാർക്ക് പോയിട്ട് ഫുള്ള് പച്ചയായി. അപ്പോൾ നിങ്ങളുടെ ഫോൺ ഇതേപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സേഫ്റ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും റെഡ് മാർക്കിലുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ചേഞ്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഇതേപോലെ താഴെ വരും. അവിടെ നിന്ന് ചേഞ്ച് ചെയ്ത് എടുത്തിട്ട് കഴിഞ്ഞ് അതിൽ പറയുന്ന സെറ്റിങ്സിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഫുള്ള് പച്ച ടിക്ക് മാർക്ക് വരും, നിങ്ങൾ മുഴുവനായിട്ട് സേഫ് ആയിരിക്കും. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറച്ച് താഴേക്ക് വരുമ്പോൾ കണ്ടോ ന്യൂ ടാബ് പേജ് കാർഡ്, ന്യൂ ടാബ് പേജ് കാർഡ് കണ്ടോ ഇതാണത്. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ സേഫ്റ്റി ചെക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ ഏതെങ്കിലും പുതിയ ടാബ് ഓൺ ചെയ്താലോ പുതിയ ഏതെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്താലോ അത് മൊത്തം ഈ ഗൂഗിൾ ക്രോമിലെ ഈ ഓപ്ഷൻ സ്കാൻ ചെയ്യുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഓപ്ഷനും കൂടെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെക്യൂരിറ്റി സെറ്റിങ്സാണ്, സേഫ്റ്റി സെറ്റിങ്സാണ്. ഇത് രണ്ടും നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. മുകളിൽ ഇവിടെ ഒരു 3 ഡോട്ട് ഉണ്ട്, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. അവിടെ താഴെയായിട്ട് ഇവിടെ സെറ്റിങ്സ് ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. നമ്മൾ കണ്ടോ ഇവിടുന്ന് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേഫ്റ്റി ചെക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത സെറ്റിങ്സ്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ ആ സെറ്റിങ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിൻ്റെ താഴെയായിട്ടാണ് ന്യൂ ടാബ് പേജ് കാർഡ് കണ്ടോ.